ഹായ് കൂട്ടുകാരെ, ഇരുട്ട് കീറുന്ന വജ്രസൂചിയാണ് മിന്നാമിനുങ്ങ് എന്ന് മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട്. ആ നുറുങ്ങുവെട്ടത്തിന്റെ ശാസ്ത്ര രഹസ്യം നമുക്കൊന്ന് നോക്കിയാലോ? ഇരുട്ടുള്ള രാത്രികളിൽ മഞ്ഞ തലപ്പുകൾക്കിടയിലൂടെ പാറിപ്പറക്കുന്ന കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെയുള്ള മിന്നാമിനുങ്ങുകളെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ഈ കുഞ്ഞു ജീവികളുടെ കൈവശമുള്ള മിന്നിപ്പൊലിയുന്ന അത്ഭുത വിളക്കാണ് കവികളെയും കുഞ്ഞുങ്ങളെയുമെല്ലാം അവയിലേക്ക് ആകർഷിക്കുന്നത്. ആൺ മിന്നാമിനുങ്ങുകൾക്ക് മാത്രമേ പറക്കാൻ ചിറകുകളുള്ളൂ. പെണ്ണുങ്ങൾ പുഴു പോലെയാണ്. കല്ലുകളുടെ വിടവുകളിലും പുല്ലിനിടയിലും മറ്റും രത്നക്കല്ലുകൾ പോലെ രാത്രിയിൽ തിളങ്ങുന്നത് ഈ പെൺപുഴുക്കളാണ്. ആണിന്റെ തലയിൽ വലിയ 2 കണ്ണുകളും കൊമ്പ് പോലുള്ള 2 സ്പർശിനികളും കാണാം. ഉരസിൽ 2 ജോഡി ചിറകുകളുണ്ട്. അതിൽ പുറമേയുള്ള ചിറകുകൾക്ക് അല്പം കട്ടി കൂടുതലായിരിക്കും. അതിനിടയിലുള്ള ചിറകുകളാണ് പറക്കാൻ ഉപയോഗിക്കുന്നത്. ഉരസിൽ തന്നെ 3 ജോഡിയായി 6 കാലുകളുണ്ട്. ശരീരവും കാലുകളും പല ഖണ്ഡങ്ങൾ ചേർന്നുണ്ടായതാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മിന്നാമിനുങ്ങിന്റെ ശാസ്ത്രനാമം എന്നത് ലാംപൈറിസ് നൊക്റ്റിലൂക്ക എന്നാണ്. ലാംപെറിഡെ കുലത്തിൽപ്പെടുന്നവയാണ് ഇവ. ഇംഗ്ലീഷിൽ ഫയർഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത്. ആൺ മിന്നാമിനുങ്ങുകൾ പറന്നുയരുമ്പോൾ മാത്രമാണ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്. 1000-ലധികം ഇനം മിന്നാമിനുങ്ങുകളുണ്ട്. ചില ഇനങ്ങളിൽ പ്രായപൂർത്തിയായവ മാത്രമേ പ്രകാശം പുറപ്പെടുവിക്കുകയുള്ളൂ. മറ്റു ചിലതിൽ മുട്ട വിരിഞ്ഞുണ്ടായ പുഴു, പ്രായപൂർത്തിയെത്തിയ പ്രാണികൾ എന്നിവയെല്ലാം പ്രകാശിക്കുന്നു. പ്രകാശത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായിരിക്കുമെങ്കിലും പ്രകാശ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ല. 1885 ഡു ബോയ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് മിന്നാമിനുങ്ങുകളുടെ മിന്നും രഹസ്യം കണ്ടെത്തിയത്. മിന്നാമിനുങ്ങുകളുടെ ഉദരഭാഗത്തുള്ള ശ്വസന നാളികൾ ഘടിപ്പിക്കപ്പെട്ട കോശ സമൂഹത്തിൽ ഒരുതരം പ്രോട്ടീനായ ലൂസിഫെറിൻ എന്ന രാസവസ്തു ഉണ്ട്. ലൂസിഫറേസ് എന്ന ഒരു എൻസൈമും ഈ അവയവത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ലൂസിഫറേസിന്റെ സാന്നിധ്യത്തിൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് ഓക്സീകരണം നടക്കുന്നു. ഇതിന്റെ ഫലമായാണ് പ്രകാശം ഉണ്ടാവുന്നത്. മിന്നാമിനുങ്ങും കൂട്ടുകാരും വെളിച്ചം പരത്തുന്നത് ഇരുട്ടിനെ അകറ്റാനല്ല, ഇരയെ ആകർഷിക്കുക, ഇണയെ ആകർഷിക്കുക, ശത്രുക്കളെ വിരട്ടുക തുടങ്ങി അനേകം ലക്ഷ്യങ്ങളുണ്ട് ഈ വെളിച്ച വിതറലിന് പിന്നിൽ. മിന്നാമിനുങ്ങുകളിൽ ഈ ജൈവദീപ്തി ഇണയെ ആകർഷിക്കാനുള്ള ഉപാധിയാണ്. ഇണ ചേരേണ്ട കാലമാകുമ്പോഴാണ് മിന്നാമിനുങ്ങുകളെ ധാരാളമായി കാണപ്പെടുന്നത്. രാത്രിയിൽ മാത്രം പറന്നു നടക്കുന്ന മിന്നാമിന്നിയുടെ ഭക്ഷണം എന്താണെന്ന് നാം ചിലപ്പോഴെങ്കിലും ആലോചിക്കാറില്ലേ? മുതിർന്ന മിന്നാമിന്നികൾ ആഹാരമൊന്നും കഴിക്കാറില്ല. എന്നാൽ ഇവയുടെ ലാർവകൾ ആഹാരം കഴിക്കും. ചത്ത നത്തയ്ക്ക, ഒച്ച് മുതലായവയുടെ ചാറാണ് ഭക്ഷണം. ഇരയുടെ ശരീരത്തിൽ ദഹനരസം അടങ്ങിയ ദ്രാവകം കുത്തിവെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരം അതിൽ നിന്നും അവ വലിച്ചെടുക്കുന്നു. പ്രകാശം പരത്തുന്നവയിൽ പ്രധാനിയായി നാം മിന്നാമിന്നിയെ പറയുമെങ്കിലും പ്രകാശമുണ്ടാക്കുവാനുള്ള വിദ്യ മിന്നാമിനുങ്ങുകളുടെ മാത്രം കുത്തകയല്ല. വളരെയധികം ജന്തുക്കൾക്കും ചില ഇനം കൂണുകൾക്കും ബാക്ടീരിയകൾക്കും ഈ കഴിവുണ്ട്. ചില ഇനം ജെല്ലി മത്സ്യങ്ങൾ, മണ്ണിരകൾ, കടൽത്തട്ടിൽ കാണുന്ന ചില മത്സ്യങ്ങൾ, ഉദാഹരണമായി ഫ്ലാഷ് ലൈറ്റ് മത്സ്യം, പസഫിക് ജെല്ലി മത്സ്യം എന്നിവയ്ക്കൊക്കെ പ്രകാശം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. നീല മുതൽ ചുവപ്പ് വരെയുള്ള പല നിറങ്ങളിലും അവ പ്രകാശം പരത്തും. ഒന്നിലധികം നിറമുള്ള വെളിച്ചങ്ങൾ പുറത്തുവിടുന്ന ജീവികളുമുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ, ഈ പറക്കും വിളക്കുകളുടെ ശാസ്ത്ര രഹസ്യത്തെക്കുറിച്ചും അവയുടെ കൂട്ടുകാരെക്കുറിച്ചും? ഇതുപോലെയുള്ള നല്ല നല്ല അറിവിനായി കേരള കോർണർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.